ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് നൽകുന്ന മറുപടിയും അത്രേ ഈ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് കർത്താവിനോട് ചോദിക്കുക. യേശു കർത്താവിന്റെ ഐഹിക ശുശ്രൂഷയിൽ അവന്റെ പബ്ലിക് ഡിസ്കോഴ്സും പ്രൈവറ്റ് ഡിസ്കോഴ്സും ഒരുപോലെ നമുക്ക് കാണുവാനായി കഴിയും. അവൻ പരസ്യമായി നിന്നുകൊണ്ട് ഉപദേശിക്കുന്ന രംഗം നാം മനസ്സിലാക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് തന്റെ പബ്ലിക് ഡിസ്കോഴ്സാണ്, പരസ്യ പ്രസംഗമാണ്, ഉപദേശമാണ്. എന്നാൽ ഇവിടെ പബ്ലിക് ഡിസ്കോഴ്സ് അല്ല, പ്രത്യേക പ്രൈവറ്റ് ഡിസ്കോഴ്സ്. സ്വകാര്യമായി തന്റെ ശിഷ്യന്മാരുമായി കർത്താവ് പങ്കുവെക്കുന്ന ഒരു വിഷയമത്രേ ഇന്ന് രാത്രി നാം എടുക്കുവാൻ പോകുന്നത്. കർത്താവിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ശിഷ്യന്മാർ ചോദിക്കുക. ഈ ശിഷ്യന്മാർ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാകിയാൽ യഹൂദന്മാർക്ക് പൊതുവെയുള്ള ഒരു പ്രത്യേകതയാണ് അവർ അടയാളം അന്വേഷിക്കുന്നവരാണ്. മരുഭൂമിയിൽ വ്യക്തമായ അടയാളങ്ങളോടുകൂടെ ദൈവം അവരെ നടത്തുന്ന അതിശ്രേഷ്ഠമായ അനുഭവം കാണുവാനായി കഴിയും. ഈ ജനം അടയാളങ്ങൾ കണ്ട് ആ നിലയിൽ ദൈവത്തെ അനുഗമിക്കുന്ന ഒരു കൂട്ടമാകിയാൽ അവരെന്തിനും അടയാളം അന്വേഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: യഹൂദന്മാർ അവർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശിഷ്യന്മാർക്ക് അവർക്കറിയേണ്ടത് വ്യക്തമായ അടയാളമാണ്. ലോകം അവസാനിക്കും, അത് മനുഷ്യപുത്രന്റെ വരവോടുകൂടെ ആയിരിക്കും. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില അടയാളങ്ങൾ ഉണ്ട് എന്ന് ഈ ശിഷ്യന്മാർ മനസ്സിലാക്കിയിട്ട് കർത്താവിനോട് ചോദിക്കുന്നു: നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ യേശു കർത്താവ് വ്യക്തമായ 7 അടയാളങ്ങൾ അവർക്ക് നൽകുന്നതായി നാം കാണും. ഈ 7 അടയാളങ്ങളിൽ 6 നെഗറ്റീവ് സൈൻസും 1 പോസിറ്റീവ് സൈനുമാണ്. 6 അടയാളങ്ങൾ അത് നെഗറ്റീവാണ്, എന്നാൽ ഒരടയാളം അത് പോസിറ്റീവാണ്. ഈ അടയാളങ്ങളെ ഓരോന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപാകെ വിശദീകരിക്കുമ്പോൾ ഈ മെസ്സേജിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു എന്നല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്, മറിച്ച് വാതിൽക്കലായി എന്നാണ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് ഈ അടുത്തു എന്ന് പറയുമ്പോ ഞാൻ ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടി കടന്നു വരുന്നു. അവ സമയത്തിന് ഇവിടെ വരാൻ എനിക്ക് പറ്റിയില്ല എങ്കിൽ ജോൺസൺ പാസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, എന്നോട് ചോദിക്കും: പാസ്റ്ററെ എവിടായി? അപ്പൊ ഞാൻ പെട്ടെന്ന് പറയും: പാസ്റ്റർ വിഷമിക്കണ്ട, ഞാൻ അടുത്തു.
അപ്പോഴും ജോൺസൺ പാസ്റ്റർ എടുത്തു ചോദിക്കും, എവിടെയായി? അപ്പൊ ഞാൻ പറയാ, കോഴഞ്ചേരി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്തു എന്ന് ഞാൻ പറഞ്ഞു. കാര്യം ശരിയാ. പിന്നെയും ഒരു 10-15 മിനിറ്റ് ഇവിടെ എത്തിച്ചേരുവാൻ അതേ ആവശ്യമുണ്ട്. എന്നാൽ അതേ സമയത്ത് ഞാൻ പറയാ, ജോൺസൺ പാസ്റ്ററെ, ഞാൻ ഇനി വന്നു, ഇതിന്റെ വാതിൽക്കൽ വന്നു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ദൈവത്തിന് ഈ തലമുറയിൽ യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തു എന്നല്ല നാം വിശ്വസിക്കേണ്ടത്. അവന്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ കർത്താവിന്റെ മടങ്ങി വരവിനും ലോകാവസാനത്തിനും ഉതകുന്നതായ 7 വിധി അടയാളങ്ങൾ. ഒന്നാമത്തെ അടയാളം, അതിന്റെ 5ഉം 11ഉം വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അത് ലഭിക്കുന്നു. ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് false prophets and false Christ will appear. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റ് വരും. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റ് വരും. രണ്ടാമത്തെ അടയാളം, അടുത്ത വാക്യത്തിൽ ക്ഷാമമുണ്ടാകും. മൂന്നാമത്തെ അടയാളം, അതെ, വലിയ ഭൂകമ്പമുണ്ടാകും. നാലാമത്തെ അടയാളം, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. എങ്കിലും അത് അവസാനമല്ല, ഇത് ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അടുത്തത്, എന്റെ നാമനിമിത്തം അനേകർ നിങ്ങളെ ഉപദ്രവിക്കും. അടുത്തത് 12ാമത്തെ വാക്യം, അധർമ്മം പെരുകും. ഈ 6 കൂട്ടം കാര്യങ്ങൾ അതെ നെഗറ്റീവ് സൈൻസ് ആയി എടുക്കുമ്പോൾ അതിന്റെ 14ാമത്തെ വാക്യത്തിൽ വരുമ്പോ രാജ്യത്തിന്റെ സുവിശേഷം സകലയിടങ്ങളിൽ പ്രഘോഷിക്കപ്പെടും. അപ്പോൾ അവസാനം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഓരോന്നും മണിക്കൂർ കണക്കിന് എനിക്ക് പ്രസംഗിക്കുവാൻ ഉള്ളിൽ ആവേശമുണ്ട്, വെമ്പലുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ മടങ്ങി വരും അതിനടുപ്പിച്ച സംഭവങ്ങളും ഒക്കെ എനിക്ക് വളരെ കൺവിൻസിംഗ് ആയി, വളരെ ആമേൻ കടന്ന് വിശ്വസിക്കത്തക്ക നിലയിൽ അത് ബോധ്യമായി തീർന്നത് എന്റെ ഗവേഷണത്തിങ്കൽ ഞാൻ നടത്തിയിട്ടുള്ള 2 പഠനങ്ങളാണ്. ഒന്ന്, ദാനിയേൽ പ്രവചനം. ആ പുസ്തകം അതിന്റെ ഒറിജിനൽ ലാംഗ്വേജിൽ എബ്രായ ഭാഷയിൽ നിന്നുകൊണ്ട് പഠിച്ച് ആ നിലയിൽ വിവർത്തനം ചെയ്ത് ഒരു വ്യാഖ്യാന പുസ്തകം പുറത്തിറക്കുവാനിടയായി. ആ നിലയിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരൂ, അതിനുശേഷം ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒട്ടനവധി വസ്തുതകളും വളരെ ആധികാരികമായി എനിക്കത് വിശ്വസിക്കുവാൻ കഴിയും. അതിനുശേഷമാണ് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള വളരെ ഗഹനമായ ഒരു പഠനം ഞാൻ നടത്തുവാനിടയായത്. അതിന്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ നിന്നുകൊണ്ട് പഠിച്ച് വിവർത്തനം ചെയ്ത് ആ പഠനം പൂർത്തീകരിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരൂ അതിനോട് ചേർന്നുള്ള സംഭവങ്ങളും അതുപോലെ നടക്കുമെന്ന് വളരെ ശക്തമായി വിശ്വസിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം. ലോക സംഭവങ്ങൾ നാം നിരത്തി വെച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ ഈ അടയാളങ്ങൾ യേശുക്രിസ്തു നമുക്ക് നൽകിയതും അതിനോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കൂ. ഇത് വായിക്കുന്ന ഒരു ദൈവപൈതൽ അറിയാതെ നെഞ്ചത്ത് കൈവച്ച് പറയും, കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതും ഈ പഴഞ്ചൻ പുസ്തകത്തിൽ
അന്ന് നീ കുറിച്ചു വെച്ച ആ സത്യങ്ങളല്ലേ ഇന്ന് ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേർന്നു പറയുമ്പോൾ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ, നമുക്ക് പ്രസംഗിക്കുവാൻ, നമുക്ക് ആധികാരികമായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം ഒന്ന് മാത്രമെന്ന് പറയുമ്പോൾ എത്ര ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. കള്ള പ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും എഴുന്നേറ്റ് വരും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കേട്ടല്ലോ, ഡിസംബർ മാസം 21-ാം തീയതി 2012 ഡിസംബർ മാസം 21-ാം തീയതി ഈ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന്. ഇത് എങ്ങനെ ഉണ്ടായ ഒരു വെളിപ്പാടാ? ഇത് ആർക്കുണ്ടായ വെളിപ്പാടാ? വെളിപ്പാടല്ല, ഇത് വെളിവുകേടെന്ന് വേണം പറയാൻ. 2012 ഡിസംബർ മാസം 21-ാം തീയതി ഈ ലോകം അവസാനിക്കും. ഇത് മായൻ പ്രോഫസി എന്നറിയപ്പെടുന്ന ഒരു പ്രവചനമാണ്. മായൻ സെക്ട് ഒരു ഭാഗം തന്നെ റഷ്യയിൽ മോസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവരുടെ അനുയായികളായി അതേ വിശ്വാസം ഉൾക്കൊള്ളുന്ന 8 ദശലക്ഷം ആളുകൾ ഇന്ന് ലോകത്തിലെമ്പാടുമുണ്ട്. ഈ മായൻ വിഭാഗക്കാർ അവർ ഉപയോഗിക്കുന്ന ഒരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിൽ ഒരു പ്രത്യേക നൊട്ടേഷൻ അവർ ഉപയോഗിക്കുന്നു. 13.0.0.0.0 ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം അതെ ഉണ്ടായി എന്നവർ വിശ്വസിക്കുക. ഈ പ്രപഞ്ചം ആരംഭിച്ചത് അവരുടെ കലണ്ടർ അനുസരിച്ച് വ്യക്തമായ ഒരു ഡേറ്റ് അവർ നൽകുന്നുണ്ട്. ഓഗസ്റ്റ് മാസം 11-ാം തീയതി 3114 BC ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം അതെ കുറിക്കുവാനിടയായി. അന്നുണ്ടായിരുന്ന നൊട്ടേഷൻ 13.0.0.0.0 എന്ന നിലയിൽ ഒരു കലണ്ടർ ആരംഭിക്കുക. ആ കലണ്ടറും പ്രകാരം 18,70,000 ദിവസങ്ങൾ മാറിക്കഴിയുമ്പോ വീണ്ടും സർവഗോളങ്ങളും ഒരേ രാശിയിൽ വരും. സൂര്യൻ അതിന്റെ ഒത്ത നടുവിൽ വരും. ഈ സൂര്യന്റെ ചൂട് കൂടും. സൂര്യൻ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും. ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ആ സ്ഥാനത്ത് നിന്ന് വഴിമാറും. പുതിയൊരു പ്രപഞ്ചം, ഒരു യുഗം ഇവിടെ ഉടലെടുക്കും. ആ നിലയെ കണക്ക് കൂട്ടി അവർ വന്നെത്തിയ ഡേറ്റ് ആണ് 2012 ഡിസംബർ 21. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ 13.0.0.0 അതിൽ ഈ കലണ്ടർ ആരംഭിക്കുന്ന ഈ പ്രപഞ്ചം തുടങ്ങുന്നുവെങ്കിൽ ആ പ്രപഞ്ചം ഒന്ന് കറങ്ങിത്തിരിഞ്ഞു വീണ്ടും ഈ 13.0.0.0 വന്ന് മുട്ടുന്ന ദിവസമാണ് 2012 ഡിസംബർ 21. ഈ 21-ാം തീയതി രാത്രി 12 മണിയോടുകൂടി ഈ ലോകം അവസാനിക്കുമെന്ന് അനേകർ കാത്തിരുന്നപ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ശ്രദ്ധിക്കണേ. എന്റെ യേശു കർത്താവ് മുൻകൂട്ടി നമുക്ക് അതേ ആലോചന നൽകിയിട്ടുണ്ട്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. കള്ളപ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും എഴുന്നേറ്റ് വരും. എന്നാൽ അകത്തു വെളിപ്പാടുള്ള ദൈവമൈതൽ തെറ്റിപ്പോകരുത് എന്നാണ് ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് വിളിച്ചു പറയുന്ന ദൈവത്തിന് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരും.
മറ്റേ കള്ള ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും. ചില നാളുകൾക്ക് മുമ്പ് ജിം ജോൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് മശിഹ. അദ്ദേഹത്തോടൊപ്പം നല്ല ഒരു കൂട്ടം ആളുകളെ അണിയേർക്കുകയും ചെയ്തു. എന്നാ പറയട്ടെ, ഇന്ന് ജിം ജോൺസും ഇല്ല, അദ്ദേഹത്തിന്റെ കൂട്ടരുമില്ല, അവിടെ പൊടി പോലും ഇന്ന് കാണാനില്ല. ദൈവത്തിന്റെ സ്തോത്രം. മറ്റൊരു വ്യക്തി ഡേവിഡ് കൊറേഷ്, അദ്ദേഹം പറഞ്ഞു, ഞാനാണ് മശിഹ. അദ്ദേഹം നല്ല ഒരു ഒറ്റം ആളുകളെ അണിയേർത്തു. എന്നാൽ ഇന്ന് രാത്രി ദൈവനാമമുക്തനായി പറയട്ടെ, ഡേവിഡ് കൊറേഷും ഇന്നില്ല, അവന്റെ അണികളുമില്ല, പൊടി പോലും ഇന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. കള്ളപ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും എഴുന്നേറ്റ് വരും. അന്നേരം ഓർത്തോണം, എന്റെ വരവ് അത് വാതിൽക്കലായി എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വാണിംഗ്, ആരും നിങ്ങളെ തെറ്റിക്കരുത്, സൂക്ഷിച്ചു കൊള്ളണം. ഇവിടെ വരുന്ന അത് സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യം ഇതാണ്: കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെയാണ് ഇനി ശരിയായ ക്രിസ്തു അതാരെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ശരിയായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോട് കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. മറ്റൊരു വാക്യം പറയട്ടെ, എന്റെ യേശുവിന്റെ വരവ് അതെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ, അതിനെ അകമ്പടി സേവിക്കുന്ന അതേ കാഹള ശബ്ദമുണ്ട്. ആ കാഹള ശബ്ദം അകത്ത് കൃപയുള്ള ഒരു കൂട്ടം ദൈവമക്കൾ അവിടെ കാതിൽ തിരിച്ചറിയും. അവരത് തിരിച്ചറിയുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അപ്പോൾ മനസ്സിലാകും, ക്രിസ്തുവത്രേ ഈ വന്നിരിക്കുന്നത്. കള്ളപ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും നിങ്ങളെ തെറ്റിക്കും. പക്ഷെ തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകരുത്. രാത്രി ദൈവവചനം അറിയാവുന്ന ദൈവമക്കൾ അവിടെ കേൾക്കുന്ന പ്രവചനവും ഇവിടെ കേൾക്കുന്ന പ്രവചനവും ആ കേൾക്കുന്ന ദൂതിന്റെ പുറകെ അതേ ചാടിപ്പോകരുത്. അകത്ത് വെളിപ്പാട് പ്രാപിച്ച് അതേ സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ കുറിയന്റെ ഉദ്ദേശമേ ഇന്ന് രാത്രി കാണുന്ന ദൈവമക്കളെ ദൈവാത്മാവ് ശക്തമായി ഈ രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമത്തെ അടയാളം, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയും നമ്മൾ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ ഒരളവിലല്ലേ അവിടെ എവിടെയായി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന? സ്തോത്രം. ഓരോ ദിവസവും പത്രം എടുത്ത് തുറന്നു നോക്കൂ. യുദ്ധം യുദ്ധം യുദ്ധം. ഇതാ സിറിയയിൽ ഉഗ്ര പോരാട്ടം, ലിബിയയിൽ ഉഗ്ര പോരാട്ടം, ഈജിപ്തിൽ ഉഗ്ര പോരാട്ടം, മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ പലയിടത്തും ഉഗ്ര പോരാട്ടം. ഇതാ ഭാരതത്തിൽ തൊട്ടടുത്ത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ അടിക്കുവാനുള്ള എല്ലാ ക്രമീകരണവും ഒപ്പിച്ചിരിക്കുക. ശ്രീലങ്കയിലെന്നാ അവിടെയും ഉഗ്ര പോരാട്ടം, ചൈനയിലെന്നാ അവിടെയും പോരാട്ടം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെന്നാ ഇങ്ങനെ ഒരസി 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 നിൽക്കുക. ഏത് സമയത്തും അവയെ അടിക്കും എന്ന മട്ടിലാണ് രണ്ടു കൂട്ടരും നിൽക്കുന്നത്. നമുക്ക് ചുറ്റും ഈ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഓരോ ദിവസവും നാം കേൾക്കുമ്പോൾ അകത്ത് പ്രത്യാശയുള്ള ദൈവവൈതൽ ഇന്ന് രാത്രി കരമുയർത്തി വിളിച്ചു പറയട്ടെ,
എന്റെ പ്രിയന്റെ വരവ്, ഞാൻ പ്രിയം വച്ചിരിക്കുന്നവന്റെ വരവ്, അത് വാതിൽക്കലായി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും നിങ്ങൾ കേൾക്കും. തീർന്നില്ല. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും. രാജ്യം രാജ്യത്തോട് എതിർക്കുന്ന മുമ്പ് ഞാൻ പറഞ്ഞത്. ലിബിയയിൽ അതിനകത്ത് ആഭ്യന്തര കലഹമുണ്ടായിട്ട് അതിലെ രാജാവിനെ നിഷ്കാസനം ചെയ്യുന്നു. ഈജിപ്തിൽ ആഭ്യന്തര കലഹമുണ്ടായി രാജാവിനെ നിഷ്കാസനം ചെയ്യുന്നു. ദൈവമക്കളെ, ഇതൊക്കെ സംഭവിക്കുമ്പോ എന്തോ ഏതോ പെട്ടെന്നൊക്കെ ഇതൊക്കെ സംഭവിച്ചു കൂടിയെന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനീയ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് കുറിച്ചു വച്ചു. എസെക്കിയേൽ 21:26 വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ ഇതാ ദൈവാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ മകുടം നീക്കി അതേ കിരീടമെടുത്തു കളയും, ഒരുവനെ താഴ്ത്തുകയും മറ്റൊരുവനെ ഉയർത്തുകയും ചെയ്യും. എന്തിനു വേണ്ടിയാ? അവകാശമുള്ളവൻ വരുവോളം അവിടെ ചെങ്കോൽ അതിന്മേലിരിക്കയില്ല. അവകാശമുള്ളവൻ വരും, അവന്റെ ചെങ്കോൽ അതിന്മേൽ സ്ഥാപിക്കും. വിശ്വസിക്കുന്ന മക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടുത്തെ രാജാക്കന്മാരെയൊക്കെ നിഷ്കാസനം ചെയ്യുമ്പോൾ ഓർത്തോണം, ഇതാ നീതിയോടുകൂടെ ഇവിടെ ഭരണം നടത്തേണ്ടതിനായി രാജാതി രാജാവും കർത്താതി കർത്താവുമായ ഒരുവൻ വെളിപ്പെടാൻ പോകുന്നു. അകത്ത് പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ജാതി ജാതിയോട് എതിർക്കുന്നു. കൈയടയ്ക്ക് ബഹറിലെല്ലാം നടന്നത് ഷിയായും സുന്നിയും തമ്മിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഒരു ജാതിയിൽ നിന്ന് ഒരു വംശത്തിൽ നിന്നുള്ളവായ രണ്ട് വിഭാഗം അവര് തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ശ്രീലങ്കയിൽ നടക്കുന്നു. അവിടെ ശ്രീലങ്കൻ സിംഗളീസും തമിഴിയൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവൻ നമ്മുടെ ഇടയിൽ എന്നാ നടക്കുന്നത്? ഒരു കുടുംബത്തിൽ സ്വന്തം സഹോദരങ്ങൾ തമ്മിലടിക്കുന്നു, ജാതികൾ തമ്മിലടിക്കുന്നു, വംശങ്ങൾ തമ്മിലടിക്കുന്നു. ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നു? ഇതാ നമ്മുടെ പ്രിയന്റെ വരവ്, അത് വാതിൽക്കലായി. നമ്മുടെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് തലകളെ ഉയർത്തി നോക്കുവീൻ, വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. സ്തോത്രം. യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. പക്ഷേ അത് അവസാനമല്ല, അത് ഈറ്റ് നോവിന്റെ ആരംഭമത്ര. എന്നാ ദൈവമക്കളെ, ഈറ്റ് നോവെന്നൊക്കെ പറഞ്ഞ അത് സമയമെടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നു? നാം നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഇന്ന് ലോക രാഷ്ട്രങ്ങൾ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ അവര് കാത്തിരിക്കുക. അതുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അവര് കാത്തിരിക്കുക. ആരെ സ്വീകരിപ്പാൻ? എതിർ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ. എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. എപ്പോൾ എഴുന്നേറ്റ് വരും? നമ്മുടെ ക്രിസ്തു അവൻ വെളിപ്പെടുമ്പോൾ, അവന്റെ വിശുദ്ധ സഭയെ അവന്റെ അടുക്കലേക്ക് ചേർക്കുമ്പോൾ, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുമ്പോൾ. ആരായി തടുക്കുന്നത്? 2 തെസ്സലോനിക്കർ 2:5 വാക്യത്തിൽ കിടപ്പുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുമ്പോൾ ആ ധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ആരാ ധർമ്മമൂർത്തി? അവനായി എതിർ ക്രിസ്തു. എന്നാൽ അധർമ്മമൂർത്തിയുടെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അധർമ്മമൂർത്തിയുടെ വ്യാപാരം ഇപ്പോഴേ ഉണ്ടെങ്കിലും അധർമ്മമൂർത്തി വെളിപ്പെടണമെങ്കിൽ ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കളെ ഉറപ്പിനായി പറയട്ടെ, തടുക്ക
തടുക്കുന്ന ഒരുവൻ ഇതിനിടയിലുണ്ട്. അവൻ ഇവിടുന്ന് മാറും. എപ്പോൾ മാറും? പ്രിയന്റെ കാഹളത്തിന്റെ ശബ്ദം കാതിൽ മുഴങ്ങുമ്പോൾ ഒരു കൂട്ടം വിശുദ്ധന്മാരെ ഒരുക്കിക്കൊണ്ട് ഈ പരിശുദ്ധാത്മാവ്, ഈ തടുക്കുന്നവൻ ഇവിടുന്ന് കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. റിബേക്കയെ ഒരുക്കി. എലിയാസർ ഇതാ കടന്നു വരുന്നു. ഇസ്ഹാക്ക് അവന്റെ ഭവനത്തിൽ നിന്ന് മുൻപോട്ട് ഇറങ്ങി ബെർലഹൈറോയി വരെ വരുന്നു. ഈ എലിയാസർ തന്നെ റിബേക്കയെ കൊണ്ടുവന്ന് ഇസ്ഹാക്കിന്റെ മുമ്പിൽ കാഴ്ച വെക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാകുന്ന എലിയാസർ, ആ തടുക്കുന്നവൻ, അവന്റെ വിശുദ്ധന്മാരെ, വിശുദ്ധ സഭയെ ഇവിടുന്ന് ഒരുക്കി നാം പ്രിയം വച്ചിരിക്കുന്ന ആത്മമണവാളൻ സ്വർഗാദി സ്വർഗത്തിൽ നിന്ന് ബെർലഹൈറോയി എന്ന നിലയിൽ അവനിതാ മധ്യാകാശത്തേക്ക് ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവ് നമ്മയും കൊണ്ട് റോക്കറ്റ് കുതിക്കുന്നത് പോലെ ഇവിടുന്ന് കുതിച്ചു കയറി അവന്റെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ ഇവിടെ ഒരുവൻ എഴുന്നേറ്റ് വരും. അതത്രേ എതിർ ക്രിസ്തു. അവനത്രേ എതിർ ക്രിസ്തു. അവൻ എഴുന്നേറ്റ് വരും. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ യെരൂശലേം ദേവാലയത്തിൽ അവിടെയുള്ള സിംഹാസനത്തിൽ ഇരുന്ന് ഇവൻ ദൈവമെന്ന് നടിച്ച് പൂജാ വിഷയമായി മാറും. അവൻ തന്നെ ഉയർത്തും. വെളിപ്പാട് 9:26 പ്രഭുവിന്റെ പടജനം അവൻ എഴുന്നേറ്റ് വരും. വിശുദ്ധ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും. വലിയ യുദ്ധമുണ്ടാകും. രക്തപ്രളയമുണ്ടാകും. അവൻ ഒരാഴ്ച വർഷത്തേക്ക് ഹോമയാഗത്തെ നിർത്തൽ ചെയ്യും. ഭോജനയാകും ഹനലിയാകും ഇവൻ നിർത്തൽ ചെയ്യും. വലിയൊരു യുദ്ധമുണ്ടാകും. ഈ വലിയ യുദ്ധവും ആ നിലയിലുള്ള ഘോരമായ സംഭവങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് പറയുന്ന പേരാ ഈറ്റുനോവെന്ന് പറയുന്ന. ദൈവത്തിന് സ്തോത്രം. ആ ഈറ്റുനോവിന്റെ ആരംഭമാണ് ഇപ്പോഴും കർത്താവ് പറയുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ യുദ്ധവും അതിന്റെ സ്തുതിയും അകത്ത് കേൾക്കുമ്പോൾ പ്രത്യാശയുടയുവൽ വിശ്വസിക്ക് വരുവാൻ പോകുന്ന വലിയ ഈറ്റുനോവിന്റെ, കഷ്ടകാലത്തിന്റെ, മഹാപീഡനകാലത്തിന്റെ ആരംഭമാണ്. വിശ്വസിക്കുവാൻ എത്ര ദൈവമക്കളുണ്ട് ദൈവത്തിന്? ഞാൻ പറഞ്ഞല്ലോ, ലോകരാഷ്ട്രങ്ങൾ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അണിനിരന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് പഠിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 12 വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇതാ മൃഗം, അവന്റെ തലമേൽ 7 തലയുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരികയാ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ സമയമെടുത്ത് പഠിക്കണം. ഞാൻ വെട്ടിച്ചിരിക്കാൻ പോകുക. എന്റെ പുസ്തകത്തിന്റെ കോപ്പികൾ ഇതിന്റെ പുറകിൽ നിങ്ങൾക്ക് അവ ലഭ്യമാകും. ദൈവം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ സഹായമായി തീരുമ്പോട്ടെ. ഈ മൃഗത്തിന് 7 തല, അതിന്റെ വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 7 മലകളെ കുറിക്കുന്നു. ഈ മൃഗത്തിന് 10 കൊമ്പുകൾ. 17-12 വ്യാഖ്യാനം കൊടുക്കുന്നു. ഈ 12 കൊമ്പുകൾ, ഈ 10 കൊമ്പുകൾ ഇതാ 10 രാജാക്കന്മാരാകുന്നു. ആരാ ദൈവമക്കളെ ഈ 10 രാജാക്കന്മാർ? മൃഗത്തിന് സപ്പോർട്ട് പ്രഖ്യാപിക്കുന്ന രാജാക്കന്മാരാ ഈ 10 രാജാക്കന്മാരെന്ന് പറയുന്നത്. 1957 അതേ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി EEC എന്ന നിലയിലൊരു സംഘടന രൂപം കൊണ്ടു. അതിൽ 6 രാഷ്ട്രങ്ങളാണ് അംഗങ്ങളായി മാറിയത്. 1973 ആയപ്പോൾ 4 രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തി ഇന്ന് 10 രാഷ്ട്രങ്ങളുള്ള EEC യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ശക്തമായ ഒരു സംഘടന രൂപം കൊണ്ടിരിക്കുക. ഈ സംഘടന ലക്ഷ്യമെന്ന് പറയുന്നത്
യൂറോപ്യൻ കോമൺ മാർക്കറ്റ്, ECM, യൂറോപ്യൻ കോമൺ മാർക്കറ്റ് സർവ രാഷ്ട്രങ്ങളെയും ഇതിന്റെ അധികാര പരിധിയിൽ കൊണ്ടുവന്ന് ബിസിനസ് ഡീല് നടത്താൻ വേണ്ടി ആദ്യ രൂപം കൊണ്ടൊരു സംഘടനയാണ് ഈ EC എന്ന് പറയുന്ന ദൈവത്തിന് സ്തോത്രം. ഈ ബിസിനസ്സിന് ഇവർ ഉപയോഗിക്കുന്ന ഒരു പൊതുവായ നമ്പരും, ആ നമ്പരാണ് 666 എന്ന നമ്പർ. ദൈവത്തിന് സ്തോത്രം. ഇത്രയും ചിന്ത വെച്ചുകൊണ്ട് വേണം വെളിപ്പാട് പുസ്തകം അതേ 13-ാം അധ്യായം 17, 18 അധ്യായങ്ങൾ പഠിക്കേണ്ടത്. വെളിപ്പാട് 13-ന്റെ 16, 17 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: മൃഗത്തിന്റെ മുദ്രയോ അവന്റെ പേരോ ഏൽക്കാത്ത ഒരുവന് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. മൃഗത്തിന്റെ സംഖ്യ അത് ഗ്രഹിച്ചു കൊള്ളട്ടെ. ഇവിടെ ജ്ഞാനം കൊണ്ടത്രേ ആവശ്യമായിരിക്കുന്നത്. ഈ സംഖ്യ അതൊരു മാനുഷിക സംഖ്യയാകുന്നു. ഈ സംഖ്യ അതത്രേ 666. ഈ സംഖ്യ വലത് കൈയിലോ നെറ്റിമേലോ ഏൽക്കാത്ത ഒരുവന് വാങ്ങുവാനും വിൽക്കുവാനും കഴിയുകയില്ല. ശ്രദ്ധിക്കണേ, യൂറോപ്യൻ കോമൺ മാർക്കറ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബിസിനസ് ആണെങ്കിൽ അവരതിൽ ഉപയോഗിക്കുന്ന നമ്പർ 666 ഈ കഴിഞ്ഞ മാസം അഥവാ മാർച്ച് മാസം 23-ാം തീയതി അമേരിക്കയിൽ ഒബാമ ഗവൺമെന്റ് അവരിതാ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു സത്യം ഇതാണ്: 666 അത് ഒഫീഷ്യൽ സംഖ്യയായി എല്ലാവരും അംഗീകരിക്കണം. 666 അതൊരു കമ്പ്യൂട്ടർ ചിപ്പാണ്. ഒരരി അത് 4ആയി മുറിച്ചെടുത്താൽ അതിലെ ഒരു പീസ് വലിപ്പമുള്ള ഈ കമ്പ്യൂട്ടർ ബയോ ചിപ്പ് ഇത് ശരീരത്തിൽ ഘടിപ്പിക്കുവാൻ നോക്കുമ്പോൾ അഥവാ ഇംപ്ലാന്റ് നോക്കുമ്പോൾ 2 ഇടത്ത് മാത്രമേ ഇത് ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഒന്ന് വലത് കൈയിലും മറ്റൊന്ന് നെറ്റിമേലും. ശ്രദ്ധിക്കണേ, ഈ അടുത്ത സമയത്ത് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു 666 എന്നുള്ള ആ കമ്പ്യൂട്ടർ ചിപ്പ്, ആ ബയോ ചിപ്പ് അത് ഇംപ്ലാന്റ് ചെയ്യുവാൻ ഒന്നുകിൽ വലത് കൈ അല്ലെങ്കിൽ നെറ്റിമേൽ. ദൈവത്തിന്റെ സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതാ കുറിച്ചു വച്ചിരിക്കുന്നു. മൃഗത്തിന്റെ സംഖ്യ അത് 666 സംഖ്യ വലത് കൈയിലോ നെറ്റിമേലോ ഏൽക്കാത്ത ഒരുവന് വാങ്ങുവാനും വിൽക്കുവാനും കഴിയുകയില്ല. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ദൈവവചനത്തിന്റെ പ്രസക്തി എത്ര വലുതാണ്. പ്രവചനം അതിന്റെ നിലയിൽ കൃത്യമായി നിറവേറുമ്പോൾ അകത്ത് പ്രത്യാശയുള്ള ദൈവപൈതൽ വിളിച്ചു പറയണം: ഇനി ഒരൊറ്റ സംഭവമേ ഇവിടെ നടക്കാനുള്ളൂ. അത് നാം പ്രിയം വച്ചിരിക്കുന്ന കർത്താവിന്റെ വരവാണ്. ദൈവത്തിൽ ഒബാമ ഗവൺമെന്റ് ഒബാമ ഹെൽത്ത് ഇൻഷുറൻസ്, ആ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ ഒരുവൻ അംഗമായി തീരണം. അംഗമായില്ലെങ്കിൽ ബെനിഫിറ്റ് ഇല്ല. അംഗമാകണമെങ്കിൽ 666 ആ മുദ്ര ഏൽക്കണം. ഫ്ലോറിഡയിൽ ഒരു കുടുംബത്തിൽപ്പെട്ട 3 പേരാണ് ഈ ഡിക്ലറേഷൻ കഴിഞ്ഞ ഉടനെ മുൻപോട്ട് വന്ന് അവർ ഈ മുദ്ര ഏറ്റിരിക്കുന്നത്. ഈ മുദ്ര ഇതൊരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൂടെയാണ്. 3 ഉദ്ദേശത്തോടു കൂടി: ഒന്ന് സെക്യൂരിറ്റിക്ക് വേണ്ടി, 2 ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി, 3 എമർജൻസി കേസുകൾ ഗവൺമെന്റിനെ അറിയിക്കുവാൻ. ഇതൊരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. RFID എന്ന് പറഞ്ഞ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 666 മുദ്ര ഏൽക്കാത്ത ഒരുവന് ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടുകയില്ല എങ്കിൽ ഓർത്തോണം, അധർമ്മമൂർത്തി എഴുന്നേറ്റ് വന്നില്ല, അതിന്റെ വ്യാപാരം ഇപ്പോഴേ തുടങ്ങി എന്ന് പറയുമ്പോൾ അധർമ്മമൂർത്തി ഇങ്ങനെ മുട്ടി നിൽക്കുക. അവൻ തലപൊക്കാൻ, അഥവാ ഈ മൃഗം, ഈ എതിർ ക്രിസ്തു, അവൻ മുട്ടി നിൽക്കുക തലപൊക്കാൻ. എന്നാൽ അവൻ തലപൊക്കണമെങ്കിൽ തടുക്കുന്നതിന് ഇവിടുന്ന് മാറണം. ദൈവത്തിന്
ഇവൻ തലവെക്കുമ്പോൾ ഉണ്ടല്ലോ, ഈറ്റുനോവിന്റെ ശക്തമായ ഒരു പരിപാടിയായി ഇവിടെ നടക്കുവാൻ പോകുന്നത്. 7 വർഷം മഹാപീഡന കാലം ഇവിടെ നടക്കുമ്പോൾ അകത്ത് പ്രത്യാശയുള്ള ദൈവമായത് അതെ വിളിച്ചു പറയണം, എൻ്റെ പ്രിയന്റെ വരവും അവനോടുകൂടെ ഞാൻ കടന്നു പോകുന്നതും എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ 7 വർഷക്കാലം ഞാൻ അതെ സന്തോഷിച്ചുല്ലസിക്കുന്ന അനുഭവം അത്രേ അത്. ഈ ഭൂമിയിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത, ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചില്ലാത്ത വലിയ കഷ്ടകാലം ഇവിടെ നടക്കുമ്പോൾ, ഇന്ന് വേദനയിൽ കൂടെ, ഇന്ന് കഷ്ടതയിൽ കൂടെ, ഇന്ന് നെടുവെറുപ്പിൽ കൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, നീ ആ സമയം നിന്റെ പ്രിയനോടുകൂടെ അതെ പിതാവിന്റെ സന്നിധിയിൽ നീ സന്തോഷിക്കുന്നു പറയുമ്പോൾ, ഇന്ന് രാത്രി എത്ര ദൈവമക്കളുണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ ശക്തിയോടെ ഒരു നിമിഷം ആരാധിക്കുവാൻ. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ റെഡിയായിരിക്കുക. പ്രത്യേകിച്ച് ഈ 10 രാഷ്ട്രങ്ങൾ, അവയിൽ നിന്നാണ് ഈ എതിർ ക്രിസ്തു പുറത്തു വരുന്ന പലരും വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് റോമ ഇന്ന് സൂപ്പർ പവറായി മാറിയിരിക്കുക. ഈ റോമ സർവ്വലോക രാഷ്ട്രങ്ങളെയും ബിസിനസ്സിൽ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറുവാൻ പോകുക. ഈ സ്ഥാനത്തു നിന്നായിരിക്കാം ഒരുപക്ഷെ എതിർ ക്രിസ്തു അവൻ പുറപ്പെട്ടു വരുന്നത്. ആമേൻ. റോമ അതൊരു സൂപ്പർ പവറായി മാറാൻ പോകുക. ആരറിഞ്ഞു ഇതിൽ നിന്നാണ് എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നത്? വെളിപ്പാട് 17:12 10 രാജാക്കന്മാർ അത് മൃഗത്തിന് സപ്പോർട്ട് കൊടുത്ത്, എതിർ ക്രിസ്തു സപ്പോർട്ട് കൊടുത്ത് ഒരു വലിയ യുദ്ധത്തിനായി ഇവർ ഇറങ്ങി വരും. ഇവർ പോരാടുന്നത് കുഞ്ഞാടിനോടും അവന്റെ വിശ്വസ്തന്മാരോടും ഇവർ പോരാടും. വെളിപ്പാട് 17:12 വായിച്ചാൽ ഈ സൈന്യം കുഞ്ഞാടിനോടും അവന്റെ വിശ്വസ്തന്മാരോട് പോരാടുമ്പോൾ അടുത്ത വാക്യം കിടക്കുന്നു, കുഞ്ഞാടും അവന് വേണ്ടി വിളിക്കപ്പെട്ട വിശ്വസ്തന്മാരും ചേർന്ന് ഈ രാജാക്കന്മാരെയും ഈ മൃഗത്തെയും അത് ജയിക്കും. ഇവര് പോരാടുമ്പോൾ കുഞ്ഞാടും അവന്റെ വിശ്വസ്തന്മാരും ഈ രാജാക്കന്മാരെയും അവര് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന മൃഗത്തെയും ജയിക്കും. മക്കൾ വിശ്വസിക്കുന്നു. ഒരു പൈശാചിക ശക്തിയും പിടിച്ചു നിൽക്കയില്ല ദൈവവൈതലേ. ആരുടെ മുമ്പിൽ ആരാധിക്കുന്ന ദൈവവൈതലിന്റെ മുമ്പിൽ, ആരുടെ മുമ്പിൽ കുഞ്ഞാടിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച ദൈവമക്കളുടെ മുൻപിൽ ഒരു ദുശക്തിയും പിടിച്ചു നിൽക്കയില്ലെന്ന് ഇന്ന് രാത്രി പറഞ്ഞ എത്ര ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നു. Praise the Lord. We take victory, Lord. Praise the Lord. കരങ്ങൾ ഉയർത്തി കർത്താവിനെ Hallelujah. ഈ എതിർ ക്രിസ്തു വരുന്ന ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയാണ്. 7 വർഷത്തെ മഹാപീഡന കാലത്തിന്റെ ഒടുവിലും നടക്കുന്ന വലിയ യുദ്ധമാ ദൈവമക്കളെ. ഈ യുദ്ധത്തെ കുറിച്ച് വെളിപ്പാട് 19:17 മുതൽ നിങ്ങളൊന്ന് വായിച്ചു വന്നാൽ, ഇതാ സൂര്യനിൽ ഇതാ ഒരു ദൂതൻ നിൽക്കുന്ന കണ്ടു. ആ ദൂതനോട് സർവ്വ പറവകളോടും പക്ഷികളോടും വിളിച്ചു പറയുക, അല്ലയോ പറവകളെ, നിങ്ങൾ വന്നുകൂടുവീൻ. എവിടെ? യെരൂശലേമിൽ വന്നുകൂടുവീൻ. എന്തിന്? അതേ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവീൻ. എന്തോ അത്താഴം? സഹസ്രാധിപന്മാരുടെയും പ്രമാണികളുടെയും ചെറിയവരുടെയും വലിയവരുടെയും മാംസം തിന്നേണ്ടതിന് നിങ്ങൾ വന്നുകൂടുവീൻ. ആരെ വിളിക്കുക? പക്ഷികളെ വിളിക്കുക. ആര് വിളിക്കുക? ദൈവത്തിന്റെ ദൂതൻ വിളിക്കുക. എന്തിനു വേണ്ടി? മഹാദൈവത്തിന്റെ അത്താഴം. ഇതെപ്പോഴാണ് നടക്കുന്നത്? ഇതത്ര ഹർമ്മഗദോൻ യുദ്ധത്തിങ്കൽ നടക്കുന്നത്. വെളിപ്പാട് 19:19 വായിച്ചു നോക്കൂ. കുഞ്ഞാട് അതേ സൈന്യത്തോടുകൂടെ അവന്റെ വിശുദ്ധന്മാരുമായി വലിയൊരു യുദ്ധത്തിനായി ഇറങ്ങി വരും. അവനെതിരെ ഈ മൃഗവും അവന്റെ കള്ളപ്രവാചകനും അവരുടെ സൈന്യവും ഒരു വലിയ യുദ്ധത്തിനായി ഇറങ്ങി വരും. ഈ യുദ്ധം
ഒരു ന്യൂക്ലിയർ വാർ ആകാൻ ഉള്ള എല്ലാ സാധ്യതയുണ്ട് ദൈവമക്കളെ. തെളിവ് ഞാൻ തരാം. സെക്കറിയ 12 അതെ 14:12 മുതൽ നിങ്ങൾ വായിച്ചു നോക്കൂ. സെക്കറിയ 14:12 മുതൽ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ, ഒന്ന് വായിച്ച് സഹായിച്ചു. സെക്കറിയ 14:12. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. ഇതൊരു വലിയ ന്യൂക്ലിയർ വാറാണ്. ഏത് അർമ്മഗദോൻ യുദ്ധം എന്ന് പറയുന്നത് വലിയൊരു ന്യൂക്ലിയർ വാറാകും. ഇത് യഹോവയായ ദൈവം യെരൂശലേമിനെ വിടുവിക്കേണ്ടതിന് വേണ്ടി അവിടെ നിലവിളി കേട്ട് അവർക്ക് വേണ്ടി ഒലിമലയിലേക്ക് ഇറങ്ങി വന്ന് കാൽപാദം ചവിട്ടിക്കൊണ്ട് ഈ മൃഗത്തെയും അവന്റെ സൈന്യത്തെയും അതേ അണിനിരത്തിക്കൊണ്ട് എതിരായി നടത്തുന്ന ഒരു ന്യൂക്ലിയർ വാർ. അടുത്തത് വായിച്ചു. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. എങ്ങനെ ചീഞ്ഞഴുകുന്നത്? ഇത് ന്യൂക്ലിയർ വാറാ ദൈവവൈതലേ. ചീഞ്ഞഴുകും. അടുത്തത് അവരുടെ കണ്ണ് കടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അന്നാളിലെ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. ദൈവമക്കളെ, ഒരു വലിയ യുദ്ധത്തിനായി എതിർ ക്രിസ്തു അവന്റെ അണികളെ അണിനിരത്തിക്കൊണ്ട് കുഞ്ഞാടിൻ തന്റെ വിശുദ്ധന്മാർക്കുമായി എതിരായി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുമ്പോൾ അന്നാളിൽ യഹോവയായ ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്ന് ശത്രുവിനെ എന്നേക്കുമായി അതെ പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ എത്ര ദൈവമക്കളുണ്ട്? ദൈവമക്കൾ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇതൊരു വലിയ ശക്തിയാണ്. സ്തോത്രം. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി പകൽ 8:15 മണി സമയത്ത് അമേരിക്കൻ ഗവൺമെന്റ് ആദ്യമായി നടത്തുന്ന ന്യൂക്ലിയർ ബോംബ് അതേ സ്ഫോടനമാണ്. B-29 എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഇതാ ഹിരോഷിമ നാഗസാക്കിക്ക് മുകളിൽ അഥവാ ജപ്പാനിലെ അനുഗ്രഹിക്കപ്പെട്ട 2 പട്ടണങ്ങളായ ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും മുകളിൽ ഇതാ വന്ന് പറന്നടുത്തു. അപ്പോൾ അതിനകത്തെ പൈലറ്റ് പറയുക, എന്റെ ദൈവമേ, 9200 പൗണ്ട് വെയിറ്റ് ഉള്ള ഈ ന്യൂക്ലിയർ ബോംബ്, ഈ അറ്റോമിക് ബോംബാണല്ലോ നമ്മൾ ഈ പട്ടണത്തെ നശിപ്പിക്കാനു വേണ്ടി ഇടുവാൻ പോകുന്നത്. ഇതിന്റെ വിപത്ത് എത്ര വലുതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 9700 പൗണ്ടുള്ള ഈ ബോംബ് ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്നത്. ഹിരോഷിമ എന്ന സ്ഥലത്ത് വന്ന് വീണു. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതറിഞ്ഞില്ല ഇതിന്റെ വിപത്ത് ഇത്ര വലുതാകുമെന്ന്. ഇങ്ങനെ ഒരു ബോംബ് എക്സ്പ്ലോഷൻ ഉണ്ടാകും എന്നവരാരും അറിഞ്ഞില്ല. പറയട്ടെ, 8 മൈൽ വിസ്തീർണത്തിൽ അതേ അവിടെയുള്ള സകല മനുഷ്യരെയും സകല സസ്യജാലത്തെയും മൃഗസമ്പത്തിനെ മുഴുവൻ കരിച്ച് ആ നിലയിൽ ഭൂമിയിൽ നിന്ന് മാനജാതി എടുത്ത് അതേ മാറ്റുമ്പോൾ അവശേഷിച്ചതായ അതേ അസ്ഥികുടങ്ങൾ ചെന്ന് പരിശോധിച്ചപ്പോൾ കണ്ടത് അവിടെ കണ്ണ് തടത്തിൽ വെച്ച് തന്നെ അഴുകിപ്പോയിരിക്കുന്നു. മാംസം അവിടെ ശരീരത്തിൽ നിന്ന് അഴുകി മാറിയിരിക്കുന്നു. നാവ് അണ്ണാക്കിൽ അഴുകി മാറിയിരിക്കുന്നു. ഇതെന്ത്? ഇതൊരു അറ്റോമിക് വാറാണ്. സത്യക്ക് ദൈവവൈതലേ, അർമ്മഗദോൻ യുദ്ധത്തിങ്കൽ ഒരു അറ്റോമിക് വാറ് ഇവിടെ നടക്കുമ്പോൾ അകത്ത് പ്രത്യാശയുള്ള ദൈവവൈതൽ അവരപ്പോൾ കർത്താവിനോട് കൂടെയായിരിക്കും. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും. പക്ഷേ അത് അവസാനമല്ല, അത് ഈറ്റുനോവിന്റെ ഒരാരംഭമാണ് എന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ യുദ്ധം കിടക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ യുദ്ധത്തിൽ കൂടെ കടന്നു പോകേണ്ടവരല്ല. നമ്മൾ മഹാപീഡന കാലത്തൂടെ കടന്നു പോകേണ്ടവരല്ല. മഹാപീഡന കാലത്തിന് മുൻപ് നമ്മൾ ചെല്ലേണ്ട ഇടത്ത് നമ്മൾ അങ്ങ് ചെയ്യും. വരുവാനുള്ളവൻ വരും, ഇവിടുന്ന് പോകാനുള്ളവർ അവർ പോവുകയും ചെയ്യും.
പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ജീവനുള്ള പ്രത്യാശയ്ക്കായി സ്തോത്രം കർത്താവേ. മൂന്നാമത്തെ അടയാളമാണ് ക്ഷാമമുണ്ടാകും. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്റെ ദൈവമേ, സാധനങ്ങൾക്ക് എന്താ പൊള്ളുന്ന വിലയാ. അഴുക്കും പുഴുക്കും എല്ലാം കൂടെ ചേർത്ത് 1 കിലോ ബീൻസ് ആ തട്ടത്തിൽ വെച്ചൊന്ന് തൂക്കി നമ്മുടെ കയ്യിലോട്ട് തന്നു കഴിയുമ്പോൾ രൂപ 100. നല്ല ഇച്ചിരി അരി വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ 50 രൂപയിലധികം കൊടുക്കണം 1 കിലോയ്ക്ക്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുക്കലരി ഉണ്ടല്ലോ 1 രൂപയ്ക്ക്. ആ പുഴുക്കലരി എന്ന് പറഞ്ഞാൽ അത് പുഴുക്കലരി തന്നെ. പുഴു അധികം കല്ലി അധികം അരി ആ പുഴുക്കലരി. സൂപ്പർ ഫൈൻ പുഴുക്കലരി എന്ന് പറയുമ്പോൾ പുഴുവിന്റെ കല്ലിന്റെ എണ്ണം ഇച്ചിരി കൂടുമെന്ന് അങ്ങ് ഓർത്തോ, അത്രയേ ഉള്ളൂ സഹോദരൻ. നല്ല ഇച്ചിരി അരി വാങ്ങിച്ച് കഞ്ഞി കുടിക്കണമെങ്കിൽ ആമേൻ 50ലധികം രൂപ 1 കിലോ അരിക്ക് കൊടുക്കണ്ട. ഇതുപോലൊരു കാലം ഉണ്ടായിട്ടുണ്ടോ ദൈവമക്കളെ? ആഫ്രിക്കയിൽ എത്യോപ്യ, സോമാലിയ എന്ന ഇടങ്ങളിൽ അതേ മൃഗത്തിന്റെ വിസർജ്യ വസ്തുക്കൾ ഭക്ഷണമായി കുരുന്നു കുഞ്ഞുങ്ങൾ വരെ കഴിച്ചു തുടങ്ങുമ്പോൾ, അതിന്റെ മൂത്രം വെള്ളമായി കുടിച്ചു തുടങ്ങിയിരിക്കുമ്പോൾ അതേ ക്ഷാമം നമ്മുടെ ഭാരതത്തെയും ഇതര രാഷ്ട്രങ്ങളെയും അത് ഗ്രസിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കും? നമ്മുടെ ഭാരതത്തിൽ 30% ആളുകൾക്ക് 3 നേരം ഭക്ഷണത്തിനുള്ള വകയുള്ളൂ. 40% ആളുകൾ അവർ 2 നേരം ആഹാരം കഴിച്ച് ജീവിക്കും. അടുത്ത 30% ആളുകൾക്ക് 1 നേരവും, ചിലർക്ക് ആഹാരമില്ലാത്ത അവസ്ഥയിൽ ക്ഷാമം പെരുകുന്നു. ഈ ക്ഷാമം ഇവിടെ പെരുകുമ്പോൾ ഓർത്തോണം, നമുക്ക് ഇവിടെ ഒരു സ്ഥിരവാസമില്ല. എത്ര വലിയ മട്ടുപ്പാവ് പണിത് അതിൽ ഒരു മട്ടിൽ ജീവിച്ചാലും സ്നേഹിത സഹോദര, നമുക്ക് ഇവിടെ ഒരു സ്ഥിരവാസമില്ല. നമ്മുടെ വാസം ഇവിടെയല്ല, നമ്മുടെ വാസം അവിടെയോ. ക്ഷാമമുണ്ടാകും. ക്ഷാമം ഇനി രൂക്ഷമാകാൻ പോകുക. ഭക്ഷ്യവസ്തുക്കളുടെ ദൗർലഭ്യം എല്ലായിടങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാ. തമിഴ്നാടിൽ വെജിറ്റബിൾ വന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാ. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വന്നില്ലേ നമ്മൾ പട്ടിണിയാ. ആ സ്ഥിതിയിൽ നമ്മളായിരിക്കുമ്പോൾ ക്ഷാമം രൂക്ഷമാകുന്നു. ദൈവവൈതലേ, ക്ഷാമം ഉണ്ടാകും. 4, ഭൂകമ്പം ഉണ്ടാകും. ഇത് ഞാൻ അധികം വിശദീകരിക്കേണ്ട, ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ദിവസം പത്രം തുറന്ന് വായിക്കുമ്പോൾ ചൈനയിൽ ഭൂകമ്പം, പാകിസ്ഥാനിൽ ഭൂകമ്പം, ഇറാനിൽ ഭൂകമ്പം, ഈ കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്കയിൽ പലയിടങ്ങളിൽ ഭൂകമ്പം. 2010 കരീബിയൻ ഐലൻഡ് ഖെയ്ത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഭൂകമ്പത്തിൽ 2 ലക്ഷം ആളുകൾ മരിച്ചു മാറ്റപ്പെടുവാനിടയായി. അതിനുശേഷം മ്യാൻമർ, ബർമയിലുണ്ടായ ശക്തമായ കൊടുങ്കാറ്റും ഭൂകമ്പ നിമിത്തം എത്രയോ ലക്ഷങ്ങൾ മരിച്ചു മാറ്റപ്പെട്ടു. 19ാം നൂറ്റാണ്ടിൽ 2119 ഭൂകമ്പങ്ങൾ എണ്ണിയെടുത്ത സ്ഥാനത്ത് പിറ്റേ നൂറ്റാണ്ട് 20 ആയപ്പോൾ 3000-ലധികമായി. എന്നാൽ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്ത അവിടെ ഭൂകമ്പം, ഇവിടെ ഭൂമികുലുക്കം, അവിടെ സുനാമി, ഇവിടെ ചുഴലിക്കാറ്റ്, അവിടെ കൊടുങ്കാറ്റ്. ഇതല്ലേ ദൈവമക്കളെ കേൾക്കുന്നത്? ഇതെന്തിനാ വിളിച്ചറിയിക്കുന്നത്? ഇവിടെ എത്ര ഉന്നതനായി നീ ജീവിക്കാൻ ശ്രമിച്ചാലും, ബാങ്ക് ബാലൻസ് കൂട്ടി ഇവിടെ നീ ജീവിക്കാൻ ശ്രമിച്ചാലും, നിന്റെ മട്ടുപ്പാവ് ഒരു പടി കൂടെ കെട്ടി ഉയർത്തി ഇവിടെ ജീവിക്കാൻ ശ്രമിച്ചാലും, സഹോദരാ, ഇത് വിട്ട് നീ പോകും. ഈ ഭൂമി ഇളകി മാറും, ഈ ആകാശം അതിളകി മാറും. ഹഗ്ഗായി 2:21 അതേ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അന്നാളിൽ ഞാൻ ഭൂമിയെ ഇളക്കിയെങ്കിൽ താമസമില്ല, ആകാശത്തെയും ഭൂമിയെയും എന്റെ ദൈവം ഇളക്കും. ദേശനിവാസികളെ, പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ഒറ്റ മെസ്സേജേ ഉള്ളൂ. ഇന്ന് കാണുന്ന ഈ ഭൂമി ആ സ്ഥാനത്ത് ഇളകി മാറും. ഇന്ന് കാണുന്ന ഈ ആകാശം പേപ്പർ ചുരുണ്ട് മാറുന്നത് പോലെ
ആ സ്ഥാനത്തുനിന്ന് മാറും. ഇവിടെ ഒരു പുതിയ ഭൂമിയും ഇവിടെ ഒരു പുതിയ ആകാശവും അതിനെ ബന്ധിക്കുന്ന ഒരു പുതിയ യെരൂശലേമും ഇവിടെ വെളിപ്പെട്ടു വരും. അവിടെ നാം ഉണ്ടാകും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാലും. സുനാമി എവിടെ ചെന്നാലും കേൾക്കുന്ന വാർത്ത ഏതാ? ഇതാ ചുഴലിക്കാറ്റ്, പേമാരി, സുനാമി, കടലിലിതാ ന്യൂനമർദ്ദം കൊണ്ടിട്ടുണ്ടാകുന്ന സുനാമി. എന്തൊരു വിരോധാഭാസമായത്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ സ്റ്റാഫിനോട് പറയുകയായിരുന്നു, ഈ കഴിഞ്ഞ ദിവസം വരെ പൊള്ളുന്ന ചൂട്, ആ പൊള്ളുന്ന ചൂടിൽ നിമിഷം കൊണ്ട് കാലാവസ്ഥ അത് മാറി വന്നു. എപ്പോഴാ? എവിടെയോ ഒരു ചെറിയ ന്യൂനം എന്ന് പറഞ്ഞ ചെറിയ ഒരു ന്യൂനമർദ്ദം ഉണ്ടായപ്പോൾ പൊള്ളി എടുത്തുകൊണ്ടിരുന്ന ഈ അന്തരീക്ഷം ഇതാ മഴക്കാറ് വന്ന് മൂടിയിട്ട് മഴ പെയ്തിറങ്ങുന്ന ഒരു നിലയിലേക്ക് മാറിയെങ്കിൽ ഓർക്കണം ദൈവവൈതലേ, ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഭരണകൂടമല്ല, എന്റെ കർത്താവാകിയാൽ ഈ രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. കടലിലെ വെള്ളമൊക്കെ സംസ്കരിച്ച് അത് കുടിക്കുവാൻ പറ്റുന്ന നിലയിലേക്കൊക്കെ ശാസ്ത്രീയമായ അതേ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്ന് തമ്പുരാൻ ഒരു ന്യൂനമർദ്ദം വരുത്തി, അന്തരീക്ഷത്തിൽ വ്യത്യാസം വരുത്തി. അടുത്ത 2 ദിവസക്കാലം മഴ പെയ്തു നിൽക്കുമെന്ന് കാലാവസ്ഥ പ്രവചനം പറയുമ്പോൾ ഓർത്തോണം, പ്രകൃതിയെയും അതിന്റെ കാലാവസ്ഥയും നിയന്ത്രിക്കുന്നത് എന്റെ ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നു ദൈവമക്കളെ. പൊള്ളുന്ന ചൂട്, സൂര്യതപമേറ്റ് 27 പേരിലധികം ഈ കൊച്ചു കേരളത്തിൽ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സൂര്യന്റെ ചൂട് അത് വർദ്ധിക്കുന്നു. മഹാവീരന്റെ കാലത്തെ കുറിച്ച് പഠിച്ചാൽ ഈ ചൂട് ഇരട്ടിയായി മാറും. ഈ അടുത്ത സമയത്ത് US ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ഫ്രാങ്ക് ഹില്ല് തന്റെ ഗവേഷണത്തിൽ നിന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് ഇങ്ങനെയാണ്: സൂര്യനിൽ അതേ ഡാർക്ക് സ്പോട്ട്സ് പ്രത്യക്ഷമാകുന്നു. 2013 അത് ഇരട്ടിയായി മാറും. 2020 4 ഇരട്ടിയായി വർദ്ധിക്കും. ചുരുക്കി പറയട്ടെ, സൂര്യനിൽ ഇരുണ്ട് അതേ ഡാർക്ക് സ്പോട്ട്സ് അപ്പിയർ ചെയ്യുമ്പോൾ, പ്രത്യക്ഷമാകുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് കൂടും. ഇന്നത്തെ ചൂട് അത് ഇരട്ടിയായി മാറും. 2020 4 ഇരട്ടിയായി വർദ്ധിക്കും. ഹിമാലയ പർവ്വതത്തിങ്കിലെ മഞ്ഞുകെട്ടുകൾ 40% ഒഴുകി ഇറങ്ങും. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഇരു കരയും കവിഞ്ഞൊഴുകും. ശ്രദ്ധിക്കണേ, ചൂട് കൂടാൻ പോവുക. ഇത്രയും ചൂട് നമുക്ക് സഹിക്കാൻ വയ്യ, ഇതിനപ്പുറം ചൂട് കൂടാൻ പോകുക എന്ന് പറയുമ്പോൾ, അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുമ്പോൾ ഓർത്തോളം ദൈവവൈതലേ, നമുക്ക് ഇവിടുന്ന് പറന്നു പോകാനുള്ള സമയം ആസന്നമായി. കർത്താവിന്റെ വരവ് വാതിൽക്കലായി എന്ന് പറയുമ്പോൾ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഭൂകമ്പമുണ്ടാകും. അടുത്തത്, എന്റെ നാമനിമിത്തം അനേകർ നിങ്ങളെ ഉപദ്രവിക്കും. അനേകർ. ഇന്ന് ക്രിസ്ത്യാനികളല്ലേ ഏറ്റവും കൂടുതൽ പീഡ അനുഭവിക്കേണ്ടി വരുന്നത്? പാകിസ്ഥാനിൽ പച്ചയ്ക്ക് വച്ച മിഷണറിമാരെ കൊല്ലുന്നു. നമ്മുടെ ഭാരതത്തിൽ വിവിധ ഇടങ്ങൾ, ഒറ്റപ്പെട്ട സ്ഥലത്ത് മിഷണറിമാരെ അതേ അറുകൊല ചെയ്യുന്നു. ലോകത്തിലെമ്പാടും ഏറ്റവും അധികം ആളുകൾ അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികളെ ദൈവമക്കളെ ആര് നിമിത്തം? എന്റെ നാമനിമിത്തം. സ്തോത്രം. എന്റെ നാമനിമിത്തം അനേകർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഓർത്തോളം നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായെന്ന്. അധർമ്മം പെരുകും. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇത്രയും കണ്ട അധർമ്മം പെരുകിയ, മ്ലേച്ഛത പെരുകിയ ഒരു കാലഘട്ടം വേറെ ഉണ്ടോ ദൈവമക്കളെ? നിങ്ങൾ ഇന്നുവരെയെങ്കിലും കേട്ടിട്ട് 5 വയസ്സുള്ള ഒരു കുരുന്നു കുഞ്ഞിനെ പച്ചയ്ക്ക് വച്ച് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് മനുഷ്യരാണോ മൃഗമാണോ? സ്തോത്രം. 5 വയസ്സുള്ള ഒരു കുരുന്നു കുഞ്ഞിനെ, 8 വയസ്സുള്ള ഒരു കുരുന്നു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇവര് മനുഷ്യരാണോ മൃഗമാണോ?
പിതാവ് സ്വന്തം മകളെ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അങ്ങനെ അപ്പനെ വിശ്വസിക്കും, അമ്മയെ വിശ്വസിക്കും. ആ ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നുവിട്ടു. നമ്മുടെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങൾ, നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ അങ്ങനെ അപ്പനെ വിശ്വസിക്കും. ഇതല്ലേ ഒരു ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്? ആ പെൺകുഞ്ഞിനെ അപ്പന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് അമ്മ എവിടെങ്കിലും ഒരു പർച്ചേസിങ് പോയി വിചാരിക്കുക, ഈ അമ്മ എങ്ങനെ ധൈര്യത്തെ പോകും? ഈ കുഞ്ഞുങ്ങൾ അപ്പനെ വിശ്വസിക്കും. ഇതുപോലെ അധർമ്മം പെരുതിയിട്ടുള്ള ഒരു കാലം ഇതിനു മുൻപുണ്ടായിട്ടില്ല. എന്റെ യേശു കർത്താവ് പറയുന്നു, ആ ധർമ്മം പെരുകും. അപ്പോൾ ഓർത്തോളം, എന്റെ വരവും ലോകാവസാനവും ഒരുപോലെ സംഭവിച്ചിരിക്കുന്നു എന്ന്. അധർമ്മം പെരുകുമ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്, അനേകരുടെ സ്നേഹം തണുക്കുമെന്ന്. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? കൃപയല്ല, മറിച്ച് സ്നേഹമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃപ ഭയങ്കരമാണ് ദൈവമക്കളെ. സ്റ്റേജ് മൈക്രോഫോണും ഒക്കെ കിട്ടിയ ഭയങ്കര കൃപയാണ്, അടിച്ചിളക്കും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ആരോ ഒരാൾ പറഞ്ഞ പോലെ ഇന്നത്തെ കൂട്ടായ്മയെല്ലാം ഹൈ ബ്രദർ ബൈ ബ്രദർ ഇതായി മാറിക്കഴിയും. ചർച്ചിലോട്ട് ഇങ്ങോട്ട് വന്നു, കാറ് നിർത്തി, കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ആ സഹോദരൻ അവിടെ നിൽക്കുന്നത്. സഹോദരനെ കണ്ടു കഴിയും, ഹായ് ബ്രദർ. സഭായം കഴിഞ്ഞ് പുറത്തു ചാടി കാറിലോട്ട് കയറുമ്പോൾ മറ്റൊരു സഹോദരനെ കണ്ട, ബൈ ബ്രദർ. എന്നാൽ ഒന്ന് നിർത്തി, എന്തുണ്ട് സഹോദര എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്? കൈ കൊടുത്തൊന്ന് പ്രൈസ് ദി ലോർഡ് പറയാൻ എത്ര പേരുണ്ട്? ഒന്ന് വിവരം അന്വേഷിക്കാൻ എത്ര പേരുണ്ട്? ഹൈ ബ്രദർ ബൈ ബ്രദർ കൂട്ടായ്മ ആ നില അതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുന്ന കൃപയുള്ള, അകത്ത് ദൈവ സ്നേഹമുള്ള ചുരുക്കം ചിലരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവാത്മാവ് കാണുന്നു. അവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഏഴാമത്തെ അടയാളമാണ് രാജ്യത്തിന്റെ സുവിശേഷം. അത് സർവ്വയിടങ്ങളിലും അത് ഘോഷിക്കപ്പെടും. ഇന്ന് ടി.വി. ഓൺ ചെയ്താൽ സുവിശേഷം, റേഡിയോ ഓൺ ചെയ്താൽ സുവിശേഷം, SMS കൂടെ ഇതാ വേദവാക്യങ്ങളും വചനങ്ങളും അയച്ചുള്ള സുവിശേഷം. അനേക ഗ്രാമങ്ങൾ കയറിയിറങ്ങി സുവിശേഷം എത്തിക്കുന്നു. ചുരുക്കി പറയട്ടെ, സുവിശേഷം സകല ഇടങ്ങളിലും ഒരുപോലെ എത്തുന്ന അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരൊറ്റ സംഭവമേ ഇവിടെ നടക്കുവാനുള്ളൂ. ഞാനും നിങ്ങളും പ്രിയം വെച്ചിരിക്കുന്ന, കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു കാത്തിരിക്കുന്ന നമ്മുടെ പ്രത്യാശ പുരുഷനായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് എത്ര ദൈവമക്കൾ ഈ രാത്രി വിശ്വസിക്കുന്നു? കുറിയൻ ദേശനിവാസികളെ, ഈ രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ഒറ്റ ദൂതേ ഉള്ളൂ. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കലായി, കർത്താവിന്റെ വരവ് വാതിൽക്കലായി. സകല ലോക സംഭവങ്ങളും അത് വിളിച്ചറിയിക്കുന്നു. കർത്താവിന്റെ വരവ് വാതിൽക്കലായി. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. 2 പത്രോസ് 3:9 പത്രോസ്ലീഹ പറയുന്നു, ചിലർ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിന്റെ വരവ് അവൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ കരുണാമയനായ കർത്താവ് അവൻ സമയം ഒന്ന് നീട്ടുന്നു, 1 മിനിറ്റ് കൂടെ നീട്ടുന്ന എന്തിനാ? ചിലർ കൂടെ മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി അവൻ സമയം നീട്ടുമ്പോൾ. കുറിയൻ ദേശനിവാസികളെ, നിങ്ങളുടെ മാനസാന്തരത്തിനും നിങ്ങളുടെ ഒരുക്കത്തിനുമായിരിക്കാം എൻ്റെ കർത്താവ് 1 മിനിറ്റൂടെ സമയം നീട്ടുന്നത്. ഈ രാത്രി കടന്നു വന്ന ആരെങ്കിലും ഇതിനകത്ത് ഒരുങ്ങുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം 1 മിനിറ്റ് കർത്താവ് സമയം നീട്ടുന്നത്. ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവാത്മാവാക്കുവാനും തരും. കർത്താവിന്റെ വരവ് വാതിൽക്കൽ. ചോദ്യം, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരു വീട്ടിലെ 2 സഹോദരങ്ങൾ, ചേട്ടനും അനിയനുമാ, കുഞ്ഞുങ്ങളാണ്. അവര് കളിക്കാൻ ഇറങ്ങിയത്. കളി അങ്ങ് മൂത്തു. ചുരുക്കി പറഞ്ഞ തമ്മിൽ അടിയായി. ഒടുവിൽ അടിയായി, കരച്ചിലായി, പിഴിച്ചിലായി, ഇരുട്ട് വന്നു വീണു. അപ്പൊ അതിൽ ഒരുവൻ പറയുക, കളിക്കാൻ ഇറങ്ങിയതാ, ഇപ്പൊ ഒടുവിൽ അടിയിലും പിടിയിലും കലാശിച്ചു, ഇരുട്ടും വീണു, പക്ഷെ വീട്ടിലോട്ട് എത്തിയതുമില്ല. ഇരുട്ടും വീണു, പക്ഷെ വീട്ടിലോട്ട് എത്തിയതുമില്ല. ഈ സ്ഥിതി നമുക്ക് വരരുത്.
ഇരുട്ടിഞ്ഞ് വന്ന് വീഴും. എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. മഴ വീഴുന്ന കാലം സംഭവിക്കും. പക്ഷെ ഓർത്തോണം, വീട്ടിലെത്തിയില്ല എന്ന സ്ഥിതി നമുക്ക് വരരുത്. ഈ രാത്രിയിലും ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് ചിലരെ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുത്ത് വീട്ടിലെത്തിക്കാനാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നാം എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയാണ്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോകും. അവന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ആ കൂട്ടത്തിൽ നീ കാണപ്പെടുമോ? അവന്റെ വരവിനായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത വലിയ കഷ്ടകാലം ഇതാ നമ്മുടെ മുമ്പിൽ വന്നു ഭവിപ്പാനായി പോകുന്നു. സർവ്വലോക രാഷ്ട്രങ്ങളും എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവർ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ, സഹോദര സ്നേഹിത, നിന്റെ രക്ഷകനെ, നിന്റെ വീണ്ടെടുപ്പുകാരനെ തിരുമാറിലെത്തി രക്തം നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന് ആ നിലയിൽ വീണ്ടെടുത്ത എല്ലാ ദൈവമക്കൾ കണ്ണുകളെ ഒരു നിമിഷം അടച്ചാട്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേക സമയം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചില വ്യക്തികളോടായി ശക്തമായ ദൂത് വിളിച്ചു പറയാൻ പോകുകയാണ്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ നിന്നെ മുന്നോട്ട് വിടുകയില്ല, ആരാധിപ്പാൻ മുന്നോട്ട് വിടുകയില്ല, കുടുംബമായി നിന്നെ ആരാധിപ്പിക്കുകയില്ല എന്ന് ഇരുളിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ വെല്ലുവിളിച്ചിരുന്ന കുഞ്ഞാട് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. കുഞ്ഞാട് നിനക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. നിന്നോട് പോരാടുന്ന ശക്തിയുടെ മേൽ ജയമെടുത്തുകൊണ്ട് കുഞ്ഞാട് ഇന്ന് രാത്രി ഇറങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം അടിച്ചുകൊണ്ട് ശക്തമായ ദൈവത്തെ ആരാധിച്ചാട്ട് ദൈവകൃപ ആദിശക്തിയോടെ ദൈവകൃപ 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 ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി അഴിഞ്ഞു മാറുവാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. കർത്താവേ, ഞാൻ ഒരുമിച്ച് കാര്യങ്ങൾ തരികയാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് തരികയാണ്. നിന്റെ വരവിനാൽ ഞങ്ങൾ ഒരുപടി കൂടെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ഒരുക്കണമേ. നിന്റെ വരവാദ കുഞ്ഞാടാ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി. അവൻ പോരാടുവാൻ ഇറങ്ങി വന്നവനല്ല, അവൻ വിജയം ഡിക്ലെയർ ചെയ്യുവാൻ ഇറങ്ങി വന്നവനാണ്. നിന്റെ മേൽ ഇന്ന് രാത്രി വിജയം കർത്താവ് നൽകുവാൻ നിന്റെ ശുശ്രൂഷയിൽ തടസ്സമായി നിൽക്കുന്ന, മുന്നോട്ട് വിടാതെ അവിടുന്ന് പ്രശ്നം, ഇവിടുന്ന് പ്രശ്നം, നിന്റെ ഹൃദയത്തെ വല്ലാതെ അലട്ടുന്ന ചില മാനസിക പ്രശ്നങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാ വിളിച്ചു പറയുന്നു. ദൈവദാസനെ നിങ്ങൾ അഴിഞ്ഞു മാറുന്ന രാത്രി അടിച്ചുകൊണ്ട് ശക്തമായി ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചാട്ട് കെട്ടുകൾ പൊട്ടി മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, നിന്റെ ശക്തി വിട്ട് മാറട്ടെ.